എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഫെറ്റോയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. പേര് എസ് കെ ജയകുമാർ. വലതുഭാഗത്തിരിക്കുന്നത് ശ്രീ ടി എൻ രമേശ്, NGO സംഘിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ശ്രീ പി സുനിൽകുമാർ. അദ്ദേഹം ഞങ്ങളുടെ അഖിലേന്ത്യാ സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്, RRKMS. ഇടതുഭാഗത്തിരിക്കുന്നത് ഫെറ്റോയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അധ്യാപക പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ PS ഗോകുമാർ. തൊട്ടപ്പുറത്തിരിക്കുന്നത് NGO സംഘിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ശ്രീ A പ്രകാശ്. പുറകിലായിട്ടിരിക്കുന്നവർ PSC എംപ്ലോയീസ് സംഘിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ TN പ്രദീപ് കുമാർ, യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയായി ശ്രീ അനൂപ് ശിവശങ്കരപ്പിള്ള, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ TA അജയകുമാറും പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഞങ്ങൾ ഈ ഒരു പത്രസമ്മേളനം നടത്താനുള്ള കാരണം, കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും കഴിഞ്ഞ 7.5 വർഷമായി ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള വലിയ അവഗണനയാണ് നേരിടുന്നത്. കേരളത്തിലെ സിവിൽ സർവീസിനെ തകർക്കുക എന്ന ആസൂത്രിതമായ ലക്ഷ്യമാണ് കേരളത്തിലെ ഇടതു സർക്കാർ പിന്തുടരുന്നത്. ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ സിവിൽ സർവീസ് തകർന്നാലും ആ തകർച്ചയിലൂടെ പൊതുസമൂഹത്തിന്റെ കയ്യടി നേടി വോട്ട് വാങ്ങാൻ കഴിയുമെന്നുള്ള ഒരു കുൽസിത ബുദ്ധിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 7 വർഷമായി സർക്കാർ ജീവനക്കാരുടെ ന്യായമായ പല അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു. ഈ ഗവൺമെന്റ്, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 2.5 വർഷമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ അത് കഴിഞ്ഞ 3 വർഷമായി പണമായി ലഭിച്ചുകൊണ്ടിരുന്ന ലീവ് സറണ്ടർ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ വളരെ പ്രതീക്ഷയോടുകൂടി പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഇടതു സർക്കാർ പിൻവലിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെ വളരെ പ്രതീക്ഷയോടെയാണ് കണ്ടത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് കാലത്തും 2016 ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും 2021 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പറഞ്ഞ് ജീവനക്കാരെയും അവരെ കുടുംബാംഗങ്ങളെയും വഞ്ചിച്ച് വോട്ട് നേടിയതിനപ്പുറം ഇത്രയും വഞ്ചനാപരമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ ഏറ്റവും കൂടുതൽ അവമതിപ്പോടുകൂടി സർക്കാർ ജീവനക്കാരൻ മെഡിസിപ്പ് പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ മെഡിസിപ്പുകാരെ ആശുപത്രിയുടെ പടിയുടെ പുറത്തു നിർത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യായമായ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് ശമ്പളം മാത്രം കിട്ടുന്നു. പക്ഷേ ശമ്പളത്തിന്റെ കാര്യത്തിലും ഞങ്ങൾ വലിയ ഭീഷണിയാണ് നേരിടുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ 18% ക്ഷാമബത്ത ഇതിനു മുമ്പ് കുടിശ്ശികയായിട്ടില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും 18% ക്ഷാമബത്ത, 5 ഗഡു ക്ഷാമബത്ത കുടിശ്ശികയായ ഒരു കാലം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. ഇപ്പൊ 6ാമത്തെ ഗഡു വീണ്ടും കുടിശ്ശികയാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ കേരളത്തിലെ സിവിൽ സർവീസിനെ തകർക്കുക എന്നുള്ള വ്യക്തമായ അജണ്ടയോടുകൂടി ഒരു ഗവൺമെന്റ് ഭരണം നടത്തുന്ന സമയത്ത് ഇനി ഞങ്ങളുടെ മുന്നിലുള്ളത് പണിമുടക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ള ജീവനക്കാരെന്ന നിലയിൽ ഈ വരുന്ന ഫെബ്രുവരി മാസം 19-ാം തീയതി 2024 ഫെബ്രുവരി മാസം 19-ാം തീയതി ഞങ്ങൾ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ ജീവനക്കാരും അധ്യാപകരും
അതുപോലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളും കോർപ്പറേഷനിലുമുള്ള ജീവനക്കാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒരു പണിമുടക്കിലൂടെ, ഒരു സൂചനാ പണിമുടക്കിലൂടെ ഈ ഗവൺമെന്റ് നയങ്ങൾ തിരുത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ തിരുത്താത്ത പക്ഷം ഇത്തരത്തിൽ സിവിൽ സർവീസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു അനിശ്ചിതകാല പണിമുടക്ക് ഉൾപ്പെടെ നടത്തി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് കേരളത്തിലെ സിവിൽ സർവീസ് മേഖല നേരിടുന്ന പ്രതിസന്ധി കഴിഞ്ഞ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം കേരളത്തിന്റെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ അദ്ദേഹം 2 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ 2 ബഡ്ജറ്റിനകത്ത് കേരളത്തിൽ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും എന്നുള്ള ഒരു വിഭാഗം ഉള്ളതായിട്ട് പോലും അദ്ദേഹം ആ ബഡ്ജറ്റ് പരാമർശിച്ചില്ല. കേരളം കണ്ട ഏറ്റവും ദുർബലനായ ധനമന്ത്രി, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ദുർബലനായ ഒരു ധനമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 1 രൂപയുടെ ആനുകൂല്യം കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞ 2.5 വർഷമായി പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഏറ്റവും ദുർബലനായ മന്ത്രിയായി ശ്രീ ബാലഗോപാൽ മാറിയിരിക്കുന്നു. എല്ലാം കേന്ദ്രം തരണമെന്നുള്ള തെറ്റായ പ്രചരണം നടത്തി എല്ലാം കേന്ദ്ര സർക്കാർ തരേണ്ടതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ഏറ്റവും ഒരു ദുർബലതയാണ് നമുക്ക് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ വളരെ ആശങ്കാകുലരാണ്. 18% ക്ഷാമബത്ത കുടിശ്ശികയായി. ഒരു കുടിശ്ശികയുടെ കണക്കെടുത്താൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടെ കൊടുക്കാനുള്ളത് 25,000 കോടി രൂപയുടെ കുടിശ്ശികയാണ്. ഞങ്ങൾ വളരെ ആശങ്കാകുലരാണ്. ഇത് നമുക്ക് എന്ന് കിട്ടുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇടത് സർക്കാരിന്റെ ഈ അധാർമികതയ്ക്ക് മുന്നിൽ അടിയറ വരാൻ ഞങ്ങൾ തയ്യാറല്ല. പണിമുടക്കുമായി കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ജീവനക്കാരുടെ ഫെഡറേഷൻ എന്ന നിലയിൽ അധ്യാപകരും ജീവനക്കാരും ഉൾപ്പെടുന്ന ആ സമൂഹം ഞങ്ങൾ പണിമുടക്കിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. 2024 ഫെബ്രുവരി മാസം 19-ാം തീയതി സൂചനാ പണിമുടക്ക് നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിക്കുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മുൻ മന്ത്രി ശ്രീ എം മണി, അദ്ദേഹം വളരെ ഇത്രയേറെ മോശമായ ഭാഷയിൽ, നിങ്ങളെല്ലാം ഉടുമ്പൻചോല RTO ഓഫീസിന്റെ മുന്നിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മുഖത്ത് നോക്കി പറഞ്ഞ വാക്ക് ഞാനത് ഇവിടെ പറയുന്നില്ല. കാരണം ഞങ്ങൾക്കെല്ലാം വലിയ അഭിമാനക്ഷതം ഉണ്ടാക്കിയതാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ പറഞ്ഞു, അവരുടെ അമ്മമാരെയും സഹോദരിമാരെയും പറഞ്ഞു, വളരെ മോശമായ ഭാഷയിൽ പറഞ്ഞു. ആ മോശമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞതിനെതിരായിട്ട് ഫെറ്റോയുടെ പേരിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട DGPക്ക് പരാതി കൊടുത്തു. ഇന്ന് 12 ദിവസമായി. ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനോ നടപടി സ്വീകരിക്കാനോ കേരളത്തിലെ ഭരണകൂടമോ പോലീസോ തയ്യാറായിട്ടില്ല. അപ്പൊ എന്തും ചെയ്യാം. സർക്കാർ ജീവനക്കാർ അടിമകളാണ് എന്നുള്ള ധാരണയാണെങ്കിൽ ആ അടിമത്തത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് മനസ്സില്ല. കേരളത്തിലെ ആത്മാഭിമാന ബോധമുള്ള മുഴുവൻ ജീവനക്കാരെയും അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ഇന്നലെ വരെ നേടിയെടുത്ത അവകാശങ്ങൾക്ക് വേണ്ടി അത് സ്ഥാപിച്ചു കിട്ടുന്നതുവരെ ആത്മാഭിമാന ബോധമുള്ള ജീവനക്കാരുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഈ ഫെറ്റോയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്. പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അധ്യാപക മേഖലയിലെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ശ്രീ PS ഗോകുമാർ അദ്ദേഹം ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് 1.25 ലക്ഷം അധ്യാപകർ പണിയെടുക്കുന്ന ഒരു മേഖലയാണ്. സംസ്ഥാനത്ത് ആകെയുള്ള ജീവനക്കാരുടെയും അധ്യാപകരുടെയും എണ്ണം ഏതാണ്ട് 5.25 ലക്ഷത്തിലധികമാണ്. അപ്പൊ ഈ പൊതുവായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പങ്കാളിത്ത പെൻഷൻ, ക്ഷാമബത്ത കുടിശ്ശിക, അങ്ങനെ മെഡിസഫ് അടക്കമുള്ള പൊതുവിഷയങ്ങളിൽ അത് അധ്യാപകരെയും കൂടി ബാധിക്കുന്നതാണ്. അതിന് പുറമെ പൊതുവിദ്യാഭ്യാസ മേഖല വളരെ സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്കൊക്കെ അറിയാം, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനം, പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയിലെ നിയമനം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനം അംഗീകരിക്കുന്നതിന് സർക്കാർ തടസ്സം നിൽക്കുന്നത്. ഈ കാര്യം പലതവണയായിട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയടക്കമുള്ള അധികാരികളുടെ ശ്രദ്ധയിൽ അധ്യാപക പരിഷത്തും മറ്റ് പല സംഘടനകളും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്.
ഓണം കഴിഞ്ഞിട്ട് ഒരു ഫയൽ അദാലത്ത് വെച്ചിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നായിരുന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇതിനോട് അനുബന്ധിച്ച് നടത്തിയ കോൺവെർസേഷനിൽ അല്ലെങ്കിൽ സംഭാഷണത്തിൽ ഞങ്ങൾക്ക് ഉറപ്പു തന്നിട്ടുള്ളത്. ഇപ്പോഴും ആ വാക്ക് പാലിക്കപ്പെടാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ആയിരക്കണക്കിന് അധ്യാപകർ, പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയിൽ പണിയെടുക്കുന്ന അധ്യാപകരുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. വർഷങ്ങളായിട്ട് നിസ്സാര കാരണങ്ങൾ കൊണ്ട് അവരുടെ നിയമനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, അംഗീകാരം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, ശമ്പളം കിട്ടാത്ത അവസ്ഥയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊമോഷൻ തസ്തിക എന്ന് പറയുന്നത് പ്രഥമാധ്യാപകരാകുക എന്നുള്ളതാണ്. നിങ്ങളും ഞാനുമൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. ഒരു സ്കൂളിലെ പ്രഥമാധ്യാപകരാകാൻ നിരവധി തർക്കങ്ങളും അതുപോലെ തന്നെ നിയമ നടപടികളൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു തസ്തികയിലേക്കുള്ള പ്രൊമോഷൻ നിഷേധിക്കപ്പെടുമ്പോൾ അധ്യാപകർ നിരാശയിലാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളെ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ തന്നെ പലപ്പോഴും ഇതിനോടൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രഥമാധ്യാപകരാകാൻ ആളുകൾക്ക് താല്പര്യമില്ല, അധ്യാപകർക്ക് താല്പര്യമില്ല. ഇതിനു മുൻപ് ആ തസ്തികയ്ക്ക് വേണ്ടി കഴിവിടി കൂടിയിരുന്ന അല്ലെങ്കിൽ വളരെയധികം ആഗ്രഹിച്ചിരുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രഥമാധ്യാപകരാകാൻ ആ പ്രൊമോഷൻ അവർക്ക് വേണ്ട. കാരണം എന്താ? അതൊരു വലിയ കുരിശായിട്ട് മാറിയിരിക്കുക. നമ്മുടെ ഗവൺമെന്റ് പ്രൈമറി മേഖലയിലെ 3000-ലധികം അധ്യാപകരെ, പ്രഥമാധ്യാപകരെ, അവർ പ്രഥമാധ്യാപകരായിട്ട് ഉദ്യോഗക്കയറ്റം കിട്ടിയെങ്കിലും അവർക്ക് ആ ജോലിയിൽ ലഭിക്കേണ്ട സർവീസ് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുക. ഒരു കേസാണ് തടസ്സമായിട്ട് പറയുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം പ്രഥമാധ്യാപകരാകാനുള്ള യോഗ്യത ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ വേണമെന്നുള്ളതാണ് അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിയമം. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്നതാണ്. അത് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ കേസുമായിട്ട് മുന്നോട്ട് പോയി. നിയമ നടപടികളായി ഇപ്പോൾ 2 വിഭാഗമുണ്ട്. കേറ്ററ്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള KER പാസ്സായിട്ടുള്ള ഒരു വിഭാഗം അധ്യാപകര്, അല്ലാത്തവർ. ബഹുഭൂരിഭാഗവും ഈ പറയുന്ന ടെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കേസിന്റെ അനന്തര ഫലം എന്തായാലും ഈ ടെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരെ ബാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് ഈ സർവീസ് ആനുകൂല്യങ്ങൾ റിലീസ് ചെയ്തുകൂടെ എന്നുള്ള ആവശ്യം ദേശീയ അധ്യാപക പരിഷത്ത് ബഹുമാനപ്പെട്ട മന്ത്രിയടക്കം അധികാരികളുടെ ശ്രദ്ധയിൽ പലതവണ പെടുത്തി. അപ്പൊ അദ്ദേഹം നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഈ കേസൊക്കെ പിൻവലിപ്പിക്കാനുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് ഇടപെടൂ, കേസ് കൊടുത്തവരെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കൂ എന്നുള്ള മറുവാദമാണ് മന്ത്രി ഉന്നയിക്കുന്നത്. അപ്പൊ ഇപ്പോൾ പ്രഥമാധ്യാപകരായിട്ടുള്ള അധ്യാപകർക്ക് പ്രഥമാധ്യാപകരായിട്ട് ജോലി ചെയ്യണം, കൂലിയില്ലാത്ത അവസ്ഥ. ഒന്നും രണ്ടുമല്ല, പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിൽ 80% സർക്കാർ പ്രഥമാധ്യാപകരുടെ അല്ലെങ്കിൽ പ്രൈമറി അധ്യാപകരുടെ അവസ്ഥ ഇതാണ്. ഇനി അവരുടെ ഈ ജോലിയിലേക്ക് വന്നാലോ, ഈ ചുമതല ഏറ്റെടുത്താലോ വളരെയേറെ ഭാരിച്ച ഉത്തരവാദിത്വം. പ്രധാനമായിട്ടും അവരെ വേട്ടയാടുന്നത് ഉച്ചഭക്ഷണത്തിന് നടത്തിപ്പാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന പദ്ധതിയാണ്. അത് സംബന്ധിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളും നിരവധി അത് സംബന്ധിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഇത് സംബന്ധിച്ച് നിരവധി പരാമർശങ്ങളും ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാത്തിനും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ മാധ്യമങ്ങൾ ഇതിനകം സവിസ്തര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൊതുഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡമുണ്ട്. പബ്ലിക് ഫണ്ട് യൂട്ടിലൈസേഷൻ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ കൂടി വേണം കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് അനുവദിച്ചിരിക്കുന്ന പണം ചെലവഴിക്കാൻ. അപ്പൊ ഞങ്ങൾ അതിനൊന്നും തയ്യാറല്ല, നിങ്ങൾ പണം തരൂ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെലവാക്കും. ഈ ഒരു സമീപനം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത ഗഡു വാങ്ങിക്കുന്നതിന് തടസ്സമുണ്ടാകുന്നത്. ആ സമയത്ത് ഇവിടെ അലമുറയിടെയാണ് കേന്ദ്ര സർക്കാർ ഉച്ചഭക്ഷണത്തിനുള്ള ഫണ്ട് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഇരകളാകുന്നത് കേരളത്തിലെ പ്രഥമാധ്യാപകരാണ്. ആയിരക്കണക്കിന് പ്രഥമാധ്യാപക തസ്തികയിലേക്കുള്ള ഉദ്യോഗ കയറ്റം ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ ഇതാണ്. നിങ്ങൾ തന്നെ ഈ അടുത്ത സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്ത ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. ഉച്ചഭക്ഷണത്തോടൊപ്പം തന്നെ നമ്മുടെ സർക്കാർ കുട്ടിഘോഷിച്ച് നടപ്പാക്കിയ ഒരു പദ്ധതിയുണ്ട്. പോഷകാഹാര വിതരണം. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേരള സർക്കാർ ആവിഷ്കരിച്ച തനത് പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് ആവശ്യമായ പണം ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇപ്പോഴത് വലിയ ചർച്ചയും പ്രതിസന്ധിയുമായി വന്ന സമയത്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് ധനമന്ത്രിക്ക് അത് സംബന്ധിച്ച് ഫയൽ വെച്ചു. ധനമന്ത്രി അത് നിഷേധിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പദ്ധതികൾ ആവിഷ്കരിക്കും, പണമില്ലാത്ത അവസ്ഥ. നടത്തിയത് ആരാണ്? പ്രഥമാധ്യാപകരാണ്. കെട്ടുതാലി പോലും പണയപ്പെടുത്തിയാൽ പോലും തീരാത്തത്ര ബാധ്യതയിലാണ് കേരളത്തിലെ അധ്യാപകർ ഉച്ചഭക്ഷണത്തിന് നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അധ്യാപകരുടെ ജോലിഭാരം. 3 വർഷം മുമ്പ്
LSS USS പരീക്ഷ പാസ്സായ കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നില്ല? അവരുടെ സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല. കുട്ടികളുടെ തുച്ഛമായ പൈസയാണ്. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിലെ മൂല്യനിർണ്ണയം നടത്തിയ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പ്രതിഫലം സർക്കാർ അഭിമാനപൂർവ്വം റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ആ അധ്യാപകർക്ക് തുച്ഛമായിട്ടുള്ള 30 കോടി രൂപയാണ് കൊടുക്കാനില്ല. അപ്പൊ ഇങ്ങനെ അസംതൃപ്തരായിട്ടുള്ള അധ്യാപക സമൂഹമാണ് കേരളത്തിലുള്ളത്. അതിനോട് തികച്ചും നിഷേധാത്മകമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ദേശീയ അധ്യാപക പരിഷത്തും ഈ പെറ്റോയുടെ സമരത്തിന്റെ ഭാഗമാകാൻ ഈ കാരണങ്ങൾ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക. പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാടിനെ ഒരു 2 വാക്കിൽ സൂചിപ്പിക്കാൻ നമ്മുടെ അഖിലേന്ത്യാ ഭാരവാഹി ശ്രീ പി സെൻകുമാർ ശ്രമിക്കും. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് 2013 മുതൽ പങ്കാളിത്ത പെൻഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ സർക്കാർ ഉത്തരവായിരുന്നു. അതിനെതിരെ അതിശക്തമായ പണിമുടക്കുൾപ്പെടെയുള്ള സമരപരിപാടികളാണ് അന്നത്തെ പ്രതിപക്ഷ സംഘടനകളായ NGO യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകളും പെറ്റോ സംഘടനകൾ നടത്തിയത്. 2016 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രകടന പത്രിക ജനങ്ങളുടെ മുന്നിൽ വെച്ചിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ തീർച്ചയായും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ പദ്ധതി പിൻവലിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന സർക്കാർ ജീവനക്കാരും രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് ചെയ്തതിൻ്റെ ഫലമായാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത്. പക്ഷേ ആ സർക്കാർ അധികാരത്തിൽ വന്നുവെങ്കിലും ഈ പറഞ്ഞ പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച് പറഞ്ഞ വാക്കുകൾ ആ ഉറപ്പ് പാലിക്കുവാൻ തയ്യാറായി. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ 2004 മുതൽ നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ അതിന് വിവിധ ഘട്ടങ്ങളിലായി അത് മോഡിഫൈ ചെയ്തുകൊണ്ട് സർക്കാർ വിഹിതം 10% നിന്ന് 14%, അതുപോലെ ഗ്രാറ്റുവിറ്റി 20 ലക്ഷം രൂപ വരെ ഗ്രാറ്റുവിറ്റി അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയുണ്ടായി. ഇതൊക്കെ ചെയ്തിട്ടും ആ ഒരു ആനുകൂല്യം പോലും കേരളത്തിലെ പങ്കാളിത്ത പെൻഷൻ ബാധകമായ ജീവനക്കാർക്ക് സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. വളരെയേറെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഇത് പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കുകയുണ്ടായി. ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച 2021 ഏപ്രിൽ മാസം 30-ാം തീയതി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഒന്ന് പബ്ലിഷ് ചെയ്യാനോ അതിന്മേലൊരു തീരുമാനമെടുക്കുവാനോ ചർച്ച നടത്തുവാനോ കേരള സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത് സംബന്ധിച്ച് വിവരാവകാശം വഴി ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ട് സർക്കാർ തരാൻ തയ്യാറാകുന്നില്ല. ഏതാണ്ട് 2.5 വർഷമായി പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതിയുടെ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ജീവനക്കാരുടെ മുന്നിൽ പറഞ്ഞ വാക്ക്, ആ വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ജീവനക്കാരെ വഞ്ചിച്ചുകൊണ്ടാണ് ഈ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടതുപക്ഷ സർക്കാർ പറഞ്ഞ വാക്ക്, ആ വാക്ക് പാലിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പെറ്റോയുടെ നേതൃത്വത്തിൽ അടുത്ത വർഷം ഫെബ്രുവരി 19-ാം തീയതി ഒരു സൂചനാ പണിമുടക്ക് നാം നിശ്ചയിച്ചിട്ടുള്ളത്. ആ സൂചനാ പണിമുടക്ക് ഇപ്പോൾ NGO ഉൾപ്പെടെയുള്ള പെറ്റോ സംഘടനകൾ ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ ഇതോടൊപ്പം തന്നെ ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ NGO യൂണിയൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ, ജോയിന്റ് കൗൺസിൽ, അതുപോലെ തന്നെ നമ്മുടെ NGO അസോസിയേഷൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ സർവീസ് സംഘടനകളുടെ നേതാക്കന്മാരെ ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കൂടെ പങ്കാളിത്തത്തോടുകൂടി ഒരു വലിയ പ്രക്ഷോഭ പരിപാടിയാക്കി മാറ്റുവാനാണ് പെറ്റോ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ജീവനക്കാർ കഴിഞ്ഞ 2.5 വർഷമായി 1 രൂപയുടെ ആനുകൂല്യം പോലും ജീവനക്കാർക്ക് തരാതെ ജീവനക്കാരെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോകും. ഈ പരിപാടിക്ക് ബഹുമാനപ്പെട്ട മാധ്യമ സഹപ്രവർത്തകരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. മാധ്യമ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. കേരളത്തിലെ സർവീസ് മേഖല ഇന്ന് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നുപോവുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി കേരളത്തിലെ സംസ്ഥാന ജീവനക്കാർ അനവധി പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒന്നൊന്നായി ഇന്ന് കേരളത്തിലെ ഇടതു സർക്കാർ കവർന്നെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് 18% DA കുടിശ്ശികയായിരിക്കുന്നു.
ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സറണ്ടർ 4 വർഷത്തേക്ക് ബാൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ സൗജന്യ നിരക്ക് ലഭിച്ചുകൊണ്ടിരുന്ന HBA ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ഈ സർക്കാർ നിർത്തലാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധിയായ ആനുകൂല്യങ്ങൾ, നമ്മുടെ മെഡിസപ്പ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഇന്നത് ജീവനക്കാർക്ക് ഒരല്പം പോലും പ്രയോജനപ്പെടാത്ത തരത്തിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ സിവിൽ സർവീസിനെ തികച്ചും അനാകർഷകമാക്കി മാറ്റുന്ന ഒരു രീതിയാണ്, മാറ്റുന്ന ഒരു ശൈലിയാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന വർഷങ്ങൾ ശമ്പളം തന്നെ പൂർണ്ണമായി ലഭിക്കുകയില്ല എന്ന് ജീവനക്കാർ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം ഒരു വലിയ അപകടം നടക്കുന്ന സമയത്തും ഇതിനേക്കാൾ വലിയ അപകടകരമായ രീതിയിലാണ് കേരളത്തിൽ മറ്റൊരു ഭാഗത്ത് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ന് സിവിൽ സർവീസിനെ ഡൗൺ സൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സർവീസിൽ ആയിരക്കണക്കിന് തസ്തികകളാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വെട്ടിക്കുറച്ചത്. ജീവനക്കാരെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ല, DA നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, സർക്കാർ സർവീസിൽ നിരവധി തസ്തികകൾ വെട്ടിക്കുറച്ചുകൊണ്ട് സിവിൽ സർവീസിനെ ഡൗൺ സൈസ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇന്ന് 3 ലക്ഷത്തിലധികം ആളുകൾ കരാറടിസ്ഥാനത്തിൽ സംസ്ഥാന സർവീസിൽ ജോലി ചെയ്യുകയാണ്. കരാർ നിയമനത്തിനെതിരെ എല്ലാ വർഷവും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സമരം ചെയ്യുകയും കേരളത്തിൽ കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ തകൃതിയായി നിയമിക്കുകയും ചെയ്തുകൊണ്ട് സമാന്തര സിവിൽ സർവീസ് സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനം കേരളത്തിൽ ഇടതു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിവിൽ സർവീസ് ഇല്ലാതാക്കുന്ന ഈ നയങ്ങൾക്കെതിരെ കൂടിയുള്ള ഒരു സമരമാണ്. തീർച്ചയായും സിവിൽ സർവീസിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ സമരത്തിൽ ഇന്ന് നമുക്കറിയാം, കേരളത്തിലെ യുവാക്കൾ, ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള യുവാക്കളൊക്കെ, ഹൈ ക്വാളിഫൈഡ് ഹൈ പ്രൊഫൈലുള്ള യുവാക്കൾ ഇന്ന് ഒരു PSCയുടെ ആപ്ലിക്കേഷൻ പോലും അയക്കാതെ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി ചേക്കേറുന്ന ഒരു അത്യന്തം ഭയാനകമായ കാഴ്ച നമ്മുടെ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും സമർത്ഥന്മാരായ ആളുകൾ വന്നുകൊണ്ടിരുന്ന സിവിൽ സർവീസ് മേഖലയിലേക്ക് അങ്ങനെയുള്ള ആളുകൾ വരാതിരിക്കത്തക്ക തരത്തിൽ ഇതിനെ അനാകർഷകമാക്കി മാറ്റുന്നതിലേക്ക് സിവിൽ സർവീസിനെ മാറ്റുന്ന സമയത്ത് ഈ ആനുകൂല്യങ്ങൾക്കൊപ്പം തന്നെ സിവിൽ സർവീസിനെ കാര്യക്ഷമമാക്കുക, സിവിൽ സർവീസിനെ ജനോപകാരപ്രദമാക്കുക എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. ഈ സമരത്തിൽ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും ഒരു സജീവ ശ്രദ്ധ ഉണ്ടാകണമെന്നും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാ മാധ്യമ സുഹൃത്തുക്കളും കാര്യമായി സഹകരിക്കണമെന്നും ഈ സന്ദർഭത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഇതിന്റെ തുടർ കാര്യങ്ങൾ തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കൾ അറിയിക്കുന്നുണ്ടാവും. ഞങ്ങൾ തുടർച്ചയായിട്ട് അടുത്ത മാസം മുതൽ തുടർച്ചയായിട്ടുള്ള സമര പരിപാടികൾ ഇത് സംബന്ധിച്ച് നടക്കുകയാണ്. മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹകരണം, ഒരു പൊതു പണിമുടക്കിലേക്ക് കേരളം പോകേണ്ട സാഹചര്യം വന്നതിനെക്കുറിച്ച് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.